എന്തുകൊണ്ടാണ് FIRൽ വി ശിവൻകുട്ടിയുടെയും ജോയുടെയും DK മുരയുടെയും പേരുകൾ ഉണ്ടാകാത്തത്? പാവപ്പെട്ട അണികളുടെയും ചില്ല് പൊട്ടിക്കാനും കാറിന്റെ ചില്ല് തകർക്കാനും അതുപോലെ ED ഉദ്യോഗസ്ഥർക്കെതിരെ കല്ലെറിയാനും അവരെ ഉപദ്രവിക്കാൻ ശ്രമിച്ച അണികളുടെ പേരുകൾ മാത്രം, കണ്ടാൽ അറിയുന്ന 300 പേരുടെ പേരുകൾ മാത്രം ചേർത്ത് എന്തുകൊണ്ടാണ് FIR വരുന്നത്? അപ്പോൾ യഥാർത്ഥത്തിൽ ശരിക്കും ED ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ആക്രമണം ആസൂത്രിതമാണെന്ന് പറയാതെ പറയുകയല്ലേ നമ്മുടെ ഈ കേരള ജനത? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 8.5 മണിക്കൂറാണ് വീണ വിജയന്റെയും പിണറായി വിജയന്റെയും മുഹമ്മദ് റിയാസിന്റെയും എല്ലാം മൊഴികൾ എടുത്തത്. ഇതിൽ വീണ വിജയന്റെ അക്കൗണ്ട് മരവിപ്പിച്ചതായിട്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ 8.5 മണിക്കൂർ നമ്മൾ ഉച്ചയായി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ വി ശിവൻകുട്ടിയുടെ ഉന്തും തള്ളും ബഹളവും അതേപോലെ കേരള പോലീസിന്റെ ഹെൽമെറ്റ് അവർക്കെതിരെ വലിച്ചെറിയുന്നതും എല്ലാം നമ്മൾ വാർത്തകളിലൂടെ കണ്ടതാണ്. ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ ജനങ്ങളെയൊക്കെ പൊട്ടന്മാരാക്കാൻ നോക്കുകയാണോ കേരള പോലീസ് എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത്. കാരണം വേറൊന്നുമല്ല, കണ്ടാൽ അറിയുന്ന 300 പേർക്കെതിരെ കേസെടുക്കാമെങ്കിൽ വി ശിവൻകുട്ടിയെയും വി ജോയെയും DK മുരളിയെന്ന് കണ്ടവർ ആരുമില്ലേ? അതേപോലെ എന്തുകൊണ്ട് MA ബേബിനെ അറസ്റ്റ് ചെയ്തു? അപ്പോൾ ഇപ്പോ MA ബേബിനെ നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാമെങ്കിൽ ഇവിടെ കേരളത്തില്, അതായത് പിണറായി വിജയന്റെ വീടിന് മുന്നിൽ തടിച്ചുകൂടിയ അണികളുടെ കൂടെ ഒപ്പം നിന്ന ശിവൻകുട്ടിക്കും വി ജോയിക്കും DK മുരളിയുടെയും പേരുകൾ എന്തുകൊണ്ട് FIR വരുന്നില്ല? നീതി കാണിക്കുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ നീതിയാകേണ്ടേ? അല്ലാതെ അണികളുടെ പേര് മാത്രം എഴുതി വമ്പൻ സ്റ്റാഫുകളുടെ പേര് FIR രേഖപ്പെടുത്താത്തത് വലിയ ഒരു ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ച തന്നെയാണ്. പിന്നെ ആഭ്യന്തര വകുപ്പ് പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ED പറഞ്ഞത് വലിയൊരു അതായത് സുരക്ഷാ വീഴ്ച കേരളത്തിൽ സംഭവിച്ചു എന്നാണ്. അപ്പോൾ അതിന് മറുപടിയായിട്ട് ആഭ്യന്തര വകുപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങളെ ഒന്നും മുൻകൂട്ടി അറിയിച്ചിരുന്നില്ല, മുൻകൂട്ടി നിങ്ങളെ അറിയിച്ചില്ല. പക്ഷെ ഇവിടെയുള്ള മാധ്യമങ്ങൾ വഴി നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ, ഒരു ചെറിയ ചെറിയ നീക്കങ്ങൾ പോലും നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. സുരക്ഷാ വീഴ്ച വലിയ തോതിൽ സംഭവിച്ചിട്ട് കാരണം ED സഞ്ചരിച്ച വാഹനത്തിന്റെ ചില്ലുകൾ തച്ചുടച്ചിട്ടുണ്ട്. എന്തൊക്കെ ചെയ്യാവോ അതെല്ലാം ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല ED ഉദ്യോഗസ്ഥരും ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ട് തമിഴ്നാട്ടിലും അതേപോലെ ബംഗാളിലുമെല്ലാം ED ഉദ്യോഗസ്ഥർക്കെതിരെ ഇതേപോലെ അവിടെയുള്ള അണികൾ കൂട്ടം കൂടി ആക്രമിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കേട്ടതാണ്. പക്ഷെ ഇതിനെതിരെയുള്ള വകുപ്പുകൾ നിങ്ങൾക്കറിയാമോ? ഈ അണികളാണ് ഇതിൽ പെടാൻ പോകുന്നത്. അതുകൊണ്ടാണ് സഖാക്കന്മാരുടെ പേരുകൾ അതിൽ ചാർത്തപ്പെടാത്തത്, രേഖപ്പെടാത്തത്. ജാമ്യമില്ല വകുപ്പ് ചുമത്തി അകത്താക്കാൻ പറ്റുന്ന കുറ്റകൃത്യമാണ് ഇവർ ഈ കാണിച്ചു കൂട്ടിയിരിക്കുന്നത്. സുരക്ഷാ വീഴ്ച ഉണ്ടാക്കി, കാരണം അന്വേഷിക്കാമെന്ന ഉദ്യോഗസ്ഥരുടെ അന്വേഷണത്തെ തടസ്സപ്പെടുത്തി പൊതുമുതൽ നശിപ്പിച്ചു എന്നുള്ള അതുമല്ല, അന്വേഷിക്കാമെന്ന ഉദ്യോഗസ്ഥരെ മോശമായ രീതിയിൽ ബിഹേവ് ചെയ്തു, ദേഹത്ത് സ്പർശിച്ചു, അടിയും ബഹളം ഉണ്ടാക്കി, മനഃപൂർവ്വം അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ചു. ഇതെല്ലാം കൂടി ചേർത്ത് കഴിഞ്ഞാൽ ജാമ്യമില്ലാത്ത വകുപ്പ് അങ്ങ് ചാർത്തി കൊടുക്കേണ്ടതാണ്. എന്തുകൊണ്ട് ഈ ഒരു ജാമ്യമില്ലാത്ത വകുപ്പ് ചാർത്തി കൊടുക്കുന്ന സ്ഥിതിക്ക് നമ്മുടെ വി ശിവൻകുട്ടിയുടെയും ജോയുടെയും മാത്രവുമല്ല DK മുരയുടെയും പേരുകൾ എന്തുകൊണ്ട് ഉണ്ടായില്ല? വീണ വിജയൻ ഇത്രമാത്രം നിഷ്കളങ്കയായ ഒരു സ്ത്രീയാണ്. പിണറായി വിജയന്റെ കൈകളിൽ കറ പതിനിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്രയും അണികളും നേതാക്കന്മാരും അവിടെ പിണറായി വിജയന്റെ വീടിന്റെ മുന്നിൽ, അതായത് ഗേറ്റിന്റെ അപ്പുറത്ത് നിന്ന് ഇത്രമാത്രം പ്രഹസനം കാണിച്ചത്? ഇതുപോലെ ബിനീഷ് കോടിയേരി ബാലകൃഷ്ണന്റെ വീട്ടില് ED വന്നു കഴിഞ്ഞപ്പോൾ പിണറായി വിജയൻ പറഞ്ഞത് അതൊരു അന്വേഷണമായി കണ്ടാൽ മതിയെന്നാണ്. അന്വേഷണമായി കണ്ടാൽ മതിയെന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് അവനവന്റെ വീട്ടിൽ അങ്ങനത്തെ ഒരു സംഭവം വന്നു കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് മറ്റു സഖാക്കൾക്ക് അന്വേഷണമായി കാണാൻ തോന്നാത്തത്? ഇതേ ബിനീഷ് കോടിയേരി തന്നെ ഇന്നലെ അവിടെ വരികയും ചെയ്തു. ഇതെല്ലാം ഒരു ആസൂത്രിതമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. എന്നിട്ട് ഇപ്പോഴത്തെ CPM എന്താണ് പറയുന്നത്? കോൺഗ്രസ്സുകാരും BJPയും തമ്മിലുള്ള വലിയൊരു ടൈപ്പാണ് ഇതെന്നാണ് പറയുന്നത്. പച്ചവെള്ളം കുടിച്ചിട്ട് അത് ചൂടുവെള്ളമാണെന്ന് പറഞ്ഞാൽ അണികൾ വിശ്വസിക്കും, പക്ഷെ ജനങ്ങൾ അത് വിശ്വസിക്കില്ല. കാരണം ഇത്രമാത്രം നിങ്ങൾ ടൈപ്പ് എന്ന് പറഞ്ഞു. നമ്മൾ ഇലക്ഷൻ സമയത്ത് നമ്മൾ കേട്ടതാണ് ഡീല്. ഇപ്പൊ അത് മാറ്റിയിട്ട് മറ്റുള്ളതായി ടൈപ്പ് എന്നുള്ള വാക്കുകൾ ഇവിടെ തന്നെ കൊണ്ടുവന്നിരിക്കുകയാണ്. സത്യത്തിൽ ഇത് ടൈപ്പ് ആണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ FIRൽ, അതായത് രമേശ് ചെന്നിത്തലയാണ് ഇപ്പോഴത്തെ ആഭ്യന്തര വകുപ്പ്, എന്തുകൊണ്ടാണ് FIRൽ ശിവൻകുട്ടിയുടെയും മറ്റു നേതാക്കന്മാരുടെയും പേരുകളില്ലാത്ത? ശിവൻകുട്ടി എവിടെ ആക്രമണം നടന്നു കഴിഞ്ഞാൽ അവിടെ മുൻപന്തിയിലുണ്ട്. കാരണം മാണി ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് മാണിയെ കൊണ്ട് എന്ത് ചെയ്താൽ ബഡ്ജറ്റ് അവതരിപ്പിക്കില്ല എന്ന് പറഞ്ഞിട്ട് പൊതുമുതലായ നിയമസഭയിലെ സകല സാധനങ്ങളും സാമഗ്രിയും വലിച്ചെറിഞ്ഞ് ഇപ്പോഴും കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ്, വിഷ്വൽസ് എല്ലാം. ആ ഒരു ശിവൻകുട്ടിയെ തന്നെയാണ് ഇന്നലെ നമ്മൾ പിണറായി വിജയന്റെ ഗേറ്റിന്റെ അപ്പുറത്ത് നമ്മൾ കണ്ടത്. അതുകൊണ്ട് വി ശിവൻകുട്ടിയെ നിങ്ങൾ കണ്ടില്ല എന്നൊരു ന്യായം തീർത്തും അപഹാസ്യപരമാണ്. കാരണം വി ശിവൻകുട്ടി ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ കണ്ടു, കേരളക്കാരെ മുഴുവൻ കണ്ടു. കാരണം ഇത് കാണുന്ന എല്ലാവരും കണ്ടു. വി ശിവൻകുട്ടി നേതാക്കളും ഉണ്ട്, നേതാക്കളുടെ പ്രതികരണവും കണ്ടതാണ്. പക്ഷെ എന്തുകൊണ്ട് മാത്രം നിങ്ങൾ വി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള വമ്പൻ സ്രാവുകളുടെ പേരുകൾ FIR ചേർക്കുന്നില്ല? ഇനി കണ്ടാൽ അറിയുന്ന 300 പേരിൽ വി ശിവൻകുട്ടി ഇല്ലെന്നാണോ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഈ നിയമത്തിൽ വലിയ വിശ്വാസമില്ല. ED പറയുന്നത് പോലെയെല്ലാം നിങ്ങളുടെ സുരക്ഷാ വീഴ്ചയാണെന്ന് നിങ്ങൾ അംഗീകരിക്കേണ്ടി വരും. കാരണം
ഇവിടെ കണ്ടാൽ അറിയുന്ന 300 പേർക്കെതിരെ വി ശിവൻകുട്ടിയെ കണ്ടാൽ അറിയാത്ത ആരാണുള്ളത്? നിങ്ങളുടെ കേരള പോലീസിന് ആർക്കും അറിയുകയില്ലേ? കഴിഞ്ഞ മുൻ വിദ്യാഭ്യാസ മന്ത്രിയായ വി ശിവൻകുട്ടിയെ നിങ്ങൾ അറിയുകയില്ല? ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ വി ഡി സതീശൻ വാക്കുകളൊന്നും കൊടുക്കാതെ ഒഴിഞ്ഞു മാറി പോവുകയാണ് ചെയ്തത്. ഇതിന്റെ ഇടയ്ക്കാണ് നമ്മളുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ രമേശ് ചെന്നിത്തല പറഞ്ഞത് അത് ഇഡി ഞങ്ങളെ മുൻകൂട്ടി അറിയിച്ചിട്ടില്ല. പക്ഷേ വി ശിവൻകുട്ടി എന്നൊരു വ്യക്തിനെ അവിടെ വന്നിട്ടുണ്ടോ നിങ്ങൾക്ക് അറിയുകയില്ലേ? താങ്കളുടെ നേതൃത്വത്തിലല്ലേ ഇപ്പോൾ ആഭ്യന്തര വകുപ്പും വിജിലൻസും എല്ലാം നയിക്കുന്നത്. അപ്പോൾ താങ്കൾക്ക് അറിയുകയില്ലേ വി ശിവൻകുട്ടി എന്നൊരു വ്യക്തി അവിടെ വന്നതും ഇത്രമാത്രം ആക്രോശിച്ചതും മറ്റൊരാളുടെ ഹെൽമെറ്റ് എടുത്ത് അയാളെ വലിച്ചെറിയാനായിട്ട് പ്രചോദനം കൊടുത്തതും എല്ലാം വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിലുള്ള ആളുകളാണ്. നമ്മളെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഭയങ്കര ഉന്തും തള്ളും, ഒരു ദിവസത്തേക്ക് മാത്രം ഉന്തും തള്ളും കേരളക്കാർ മുഴുവൻ കണ്ടു. പക്ഷെ കോൺഗ്രസിന്റെ നേതൃത്വം മാത്രം കണ്ടിട്ടില്ല. നമ്മളുടെ മന്ത്രിസഭയിലെ മന്ത്രിമാർ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്തൊരു വിരോധാഭാസമാണ്. ആരെയാണ് നിങ്ങൾ ഇങ്ങനെ മണ്ണ് കണ്ണിലെറിഞ്ഞിട്ട് ചുറ്റും കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് കബളിപ്പിക്കാൻ നോക്കുന്നത്? വളരെ 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 വിരോധാഭാസമാണ്. അപ്പോൾ നിങ്ങൾ തെറ്റ് ചെയ്ത വീണ വിജയനും നിങ്ങൾ തമ്മിൽ എന്താണ് വ്യത്യാസം?